ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് റാഗി പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊടി കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കാനായാലും വെള്ളാപ്പം ഉണ്ടാക്കാനായാലും ഞാൻ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് 1.5 കപ്പ് എടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അത് പിടിച്ച് നോക്കിയതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടോയെന്നറിയാം. അപ്പോൾ അത് കുഴച്ച് വെച്ച് കുറച്ച് വീണ്ടും വെള്ളം തെളിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പയർ മുളപ്പിച്ചതാണ്. അപ്പോൾ 3-4 തരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുളച്ച ഇതും കൂട്ടിയിട്ടാണ് പുട്ട് തിന്നാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മൊരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഞാൻ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഒരു 3 കിട്ടും, 3 ചിരട്ടപ്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരമൊന്നും ഇടണില്ല കേട്ടോ, വെറുതെ പൊടി മാത്രം ഞാൻ ഇടണുള്ളൂ. എന്നിട്ട് അത് വേവിക്കാൻ വയ്ക്കുമ്പോഴേക്ക് ഇവിടെ കാച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ടാ കണ്ടോ, നല്ല അടിപൊളിയുള്ള തോരനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ വർക്ക് ഏരിയയിൽ വന്നപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന തലേദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ പാടത്തൊക്കെ നിറയെ വെള്ളമൊക്കെ വന്ന് തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു. കാലത്തായ കാരണം ആ ആകാശത്തിനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി. പിന്നെ കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ചെടികളൊക്കെ നോക്കിയപ്പോൾ ഒക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ബോട്ടിലിൽ സ്പ്രേ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കുള്ളൂ കേട്ടോ. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുള്ളൂ. കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ കെട്ടി കിടക്കില്ല. സ്പ്രേ ചെയ്യുമ്പോൾ അതിനൊരു കുളിർമ കിട്ടില്ല അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റാഗി പുട്ടും പിന്നെ കണ്ട പയർ തോരനൊക്കെ എടുത്തിട്ട് പുട്ട് കഴിക്കാനിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ഒരു കൂട്ടം മാത്രമല്ല, കടലയുണ്ട്, ഗ്രീൻ ബീൻസ് ഉണ്ട്, ചെറുപയറുണ്ട്, പിന്നെ അതുപോലെ തന്നെ കടലയുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണാം കേട്ടോ. പിന്നെ അത് മാത്രം ഇതൊക്കെ കൂട്ടിയിട്ട് കാലത്ത് കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ തലേദിവസം വൈകുന്നേരം റാഗിയിൽ ഇങ്ങനെ മണി പോലത്തതില്ലേ, അതും ഉഴുന്നും ഉലുവയും കൂടി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അത് ഞാൻ എപ്പോഴും മിക്സിയിലാണ് അടിക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഗ്രൈൻഡറിൽ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഗ്രൈൻഡറിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. പക്ഷേ ഗ്രൈൻഡറിൽ അത് തിരിയുന്നുണ്ടെങ്കിലും ഉഴുന്ന് മാത്രമേ അരിഞ്ഞ് വരണുള്ളൂ. ആ റാഗിയുടെ മണിയൊക്കെ അങ്ങനെ തന്നെ കിടക്കണ്ട. ലാസ്റ്റ് ഞാൻ അതെടുത്ത് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ഉഴുന്നുള്ള കാരണമാണോ ഗ്രൈൻഡറിൽ അറിയാത്തതെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് വല്ലതും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ അതൊക്കെ എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.